ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം, കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവാക്യം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് യേശുക്രിസ്തുവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 1-2 വാക്യങ്ങൾ, അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവനും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവനും ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ആ ധനവാനായ മനുഷ്യൻ അവൻ്റെ അറപ്പുരകൾ പൊളിച്ചു പണിയത്തക്ക രീതിയിൽ കൂടുതൽ വിളവ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം തൻ്റെ സ്വന്തം ആത്മാവിനോട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അന്ന് രാത്രി ദൈവമായ കർത്താവ് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ വേർപെടുത്തിയാൽ ഇതെല്ലാം ആർക്കുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും പല മനുഷ്യരും ഇന്ന് ലോകത്തിൻ്റെ സുഖങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്. പ്രത്യേകിച്ച് ചില ആളുകൾ ഉണ്ടാക്കപ്പെട്ട ധനത്തിൽ ആനന്ദം കണ്ടെത്തുന്നു, വലിയ വീട്ടിൽ, വലിയ ആഡംബര വാഹനങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നു. ചിലരാകട്ടെ ജീവിത പങ്കാളിയിലും സ്വന്തം മക്കളിലും മറ്റു സുഖ സൗകര്യങ്ങളിലും ആനന്ദം കണ്ടെത്തുന്നു. യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടു എന്നതിൽ മാത്രം സന്തോഷിക്കുവിൻ. ഒരു പക്ഷേ നിങ്ങളൊരു സുവിശേഷകനാണെങ്കിൽ, നിങ്ങളൊരു ആത്മീയ ശുശ്രൂഷകനാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും നിങ്ങളുടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ സന്തോഷിക്കേണ്ട. ഈ കാര്യത്തിലൊന്നും നിങ്ങൾ ആനന്ദം കണ്ടെത്തേണ്ടതില്ല. കാരണം ഈശോ 72 പേരെ അയക്കുന്ന ഒരു രംഗം വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവർ മടങ്ങി വന്ന് ഈശോയോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ സംസാരിച്ചപ്പോൾ പിശാചുകൾ പുറത്തുപോയി, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഉണ്ടായി. ഈശോ അവരോട് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ മാത്രം സന്തോഷിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് ക്രിസ്തുവിലാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ലിബിയയിൽ 21 പേർ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷികളായത് നമുക്കറിയാം. ചിലരെങ്കിലും അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലും മറ്റും കണ്ടിരിക്കും. അവരുടെ മുഖത്തെല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരുടെ മുഖത്തെല്ലാം ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ക്രിസ്തുവിന് വേണ്ടി മരിക്കുമ്പോഴും ഉള്ള സന്തോഷം. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്, ക്രിസ്തുവിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തെ പ്രതി സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യങ്ങളും സുഖ സൗകര്യങ്ങളും ആർഭാട ജീവിതവും ഉള്ളപ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും വേദനകളും ഉള്ളപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഹല്ലേലൂയ. വിശുദ്ധരുടെ എല്ലാം ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ക്രിസ്തുവിനെ പ്രതി വേദന സഹിക്കുമ്പോൾ അവർ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷം കണ്ടെത്തി. എപ്പോൾ ഞെരുക്കമുണ്ടാകുന്നോ അപ്പോഴൊക്കെ അവർ ആനന്ദം കണ്ടെത്തി. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ തൻ്റെ ശിഷ്യനായ ലയോയോട് പറയുന്നുണ്ട്, ലോകത്തിൽ നിന്ന് വരുന്ന ഒന്നിനും നിന്റെ ഹൃദയത്തിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള ആനന്ദം നഷ്ടപ്പെടാതിരിക്കുന്ന സമയമാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം. അതേ സഹോദരങ്ങളെ, ലോകത്തിൽ നിന്ന് വരുന്ന ഒന്നിനും നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ആനന്ദം നഷ്ടപ്പെടുത്താൻ പാടില്ല. ആ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായിരിക്കട്ടെ. ഈശോ ഈ ഒരു ബോധ്യം ഇന്ന് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹവും കൃപയും അനുഗ്രഹവും നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.